കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് യു.ഡി.എഫ് സമരം. യു.ഡി.എഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവൻ ഇന്ന് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപവാസമിരിക്കും. മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് ലീഗ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പ്രശ്നപരിഹാരം തേടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മരുന്ന് വിതരണക്കാരുമായി ഇന്ന് ചർച്ച നടത്തും. മരുന്നില്ലാതെ രോഗികൾ വലയുന്ന സാഹചര്യത്തിലാണ് മരുന്നുക്ഷാമം സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ യു.ഡി.എഫ് ഒരുങ്ങുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ മെഡിക്കൽ കോളേജിന് മുന്നിൽ എം.കെ. രാഘവൻ ഉപവാസമിരിക്കും. പ്രതിഷേധമുയർത്തി യൂത്ത് ലീഗ് പ്രവർത്തകരുടെ മാർച്ചും രാവിലെ 10-ന് നടക്കും. ഈ മാസം 10-നാണ് മരുന്ന് വിതരണം നിർത്തി വിതരണക്കാർ സമരം തുടങ്ങിയത്. പിണറായിയുടെ ഭരണത്തിൽ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം മാത്രമല്ല പൂട്ടാൻ പോകുന്നത്, ആശുപത്രികളും പൂട്ടാൻ പോവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പൂട്ടേണ്ട ഘട്ടത്തിലാണ്. കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് കമ്പനി കൊടുക്കാറുള്ളത്. മരുന്ന് കമ്പനിക്കാർ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. MRI സ്കാനിങ് മുടങ്ങാൻ പോകുന്നു. എക്സ്റേ മെഷീൻ പോലും പ്രവർത്തന സജ്ജമല്ലാതാവാൻ പോകുന്നതാണ് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ. നിരവധിയായ രോഗികൾ നെട്ടോട്ടമോടുകയാണ്. മരുന്ന് വിതരണക്കാരുമായി ഇന്ന് രാവിലെ 11-ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ചർച്ച നടത്തും. എന്നാൽ കുടിശ്ശിക നൽകാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിതരണക്കാർ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതലുള്ള കുടിശ്ശികയാണ് ലഭിക്കാനുള്ളത്. റിപ്പോർട്ടർ, കോഴിക്കോട്.